കേരള സർവകലാശാലയിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്ന് കോടതി. ആ ചിത്രം വെച്ചതുകൊണ്ട് കേരളത്തിൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും കോടതി ചോദിച്ചിരിക്കുന്നു. ഷപ്നയുണ്ട് വിശദാംശങ്ങളുമായി. ഷപ്ന, കോടതി ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ വേണ്ടി കോടതി മാറ്റിയിട്ടുണ്ട്. ഇതിനിടെ ഈ സസ്പെൻഷൻ സ്റ്റേ ചെയ്യണം എന്നൊരു ആവശ്യം രജിസ്ട്രാർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതി ഈ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ നിലവിൽ സമ്മതിച്ചിട്ടില്ല. അത് വിസമ്മതിക്കുകയും കൂടാതെ തിങ്കളാഴ്ച ഈ ഹർജിയിൽ എതിർകക്ഷികളുടെ അടക്കം വാദം കേട്ട ശേഷം തീരുമാനമെടുക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. വാദത്തിനിടെ ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ സിൻഡിക്കേറ്റാണ് തൻ്റെ നിയമനം നടത്തിയത്, അതുകൊണ്ട് അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമേ ഈ VC-ക്ക് തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളൂ എന്നതായിരുന്നു രജിസ്ട്രാർ ഇന്ന് കോടതിയിൽ അറിയിച്ചത്. ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഇത്തരത്തിൽ ഇത് നോൺ അക്കാദമിക് ആയ കാര്യമല്ലേ എന്ന് കോടതി ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. സർവകലാശാല ഹാളിൽ പ്രദർശിപ്പിച്ച മതചിഹ്നമുള്ള ചിത്രം എന്താണ് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഭാരതാംബയുടെ ചിത്രം മതചിഹ്നമുള്ള ചിത്രമാണോ? ഇതെങ്ങനെയാണ് പ്രൊവോക്കേഷൻ ഉണ്ടാകുന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത്. അതിൽ കൃത്യമായൊരു മറുപടി നൽകാൻ കോടതി ആവശ്യപ്പെടുന്നു. സെക്യൂരിറ്റി ഓഫീസറാണ് ഇത്തരത്തിലൊരു ചിത്രം പ്രദർശിപ്പിച്ചത് തന്നോട് പറഞ്ഞത് എന്ന് രജിസ്ട്രാർ കോടതിയെ അറിയിച്ചു. മതചിഹ്നമുള്ള ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നു സെക്യൂരിറ്റി ഓഫീസർ അറിയിച്ചത്. സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞ മതചിഹ്നം എന്താണ് എന്ന് അറിയട്ടെ എന്നും കോടതി വാദത്തിനിടെ പറഞ്ഞു. എന്തുകൊണ്ടാണ് പരിപാടി ഇത്തരത്തിൽ ക്യാൻസൽ ചെയ്യാനുണ്ടായ സാഹചര്യം അത് വിശദീകരിക്കണം. ഏത് സാഹചര്യത്തിലാണ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന രീതിയിൽ പരിപാടി ക്യാൻസൽ ചെയ്തത്? എന്ത് ക്രമസമാധാന പ്രശ്നമാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു ചിത്രം വെച്ചതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് എന്നറിയണം എന്ന് കോടതി പറയുന്നു. ഭാരതാംബ എങ്ങനെയാണ് മതചിഹ്നമാകുന്നത് എന്ന ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ ദൗർഭാഗ്യകരമായ സംഭവം എന്നായിരുന്നു കോടതിയുടെ പരാമർശം. അതുകൊണ്ട് ഇത്തരത്തിലൊരു ചിത്രം വെച്ചതുകൊണ്ട് കേരളത്തിൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാകുന്നത് എന്ന ചോദ്യം കോടതി ആവർത്തിക്കുകയും ചെയ്തു. രജിസ്ട്രാർക്കെതിരെ സർവകലാശാലയുടെ ചാർജ് ഷീറ്റ് ഉണ്ടോ എന്നതായിരുന്നു മറ്റൊരു ചോദ്യം. അത്തരത്തിൽ ചാർജ് ഷീറ്റ് ഇല്ല എന്ന് ഹർജിക്കാർ മറുപടി നൽകുകയും ചെയ്തു. ക്രമസമാധാന പ്രശ്നങ്ങൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഈ പരിപാടി റദ്ദാക്കാനുണ്ടായ സാഹചര്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അടക്കം വിശദീകരിക്കണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. VC അടക്കമുള്ളവർ ഇതിൽ വിശദീകരണം നൽകണം. എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്യാനുണ്ടായ സാഹചര്യം, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയിക്കണം എന്നും ജസ്റ്റിസ് N നാഗരേഷാണ് ഈ ഹർജി പരിഗണിച്ചത്. അദ്ദേഹം ചോദിക്കുകയുണ്ടായി. തുടർന്നാണ് ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റിയത്. രജിസ്ട്രാറുടെ അപേക്ഷ, അതായത് ഈ സസ്പെൻഷൻ സ്റ്റേ ചെയ്യണം എന്നൊരാവശ്യം ഉന്നയിച്ചെങ്കിലും സ്റ്റേ ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഏതായാലും ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഇതിൽ വിശദവാദം കേൾക്കും. തീർച്ചയായും ഷബ്ന, ഇക്കാര്യങ്ങളിലെല്ലാം ഇനി ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ അത് തിങ്കളാഴ്ച തന്നെ പരിശോധിക്കാനാണോ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്? മാത്രമല്ല, ഇക്കാര്യത്തിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്ന ഒരു നിയമോപദേശം ഇക്കാര്യങ്ങൾ സ്റ്റേ ലഭിക്കുമായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും. അങ്ങനെ ഒരു നിയമോപദേശമാണ് സർക്കാരിനും രജിസ്ട്രാർക്കും ഒക്കെ ലഭിച്ചിരുന്നെന്നാണ് ആദ്യം വന്ന മാധ്യമ വാർത്തകൾ, ആദ്യം വന്ന നിഗമനങ്ങളൊക്കെ ആ രീതിയിലായിരുന്നു. ഇത് അതിനൊക്കെയുള്ള തിരിച്ചടിയല്ലേ ആവുന്നത്? ഇതിൽ ഇനി നിയമപരമായി ഏത് രീതിയിലാണ് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക? സസ്പെൻഷന് സ്റ്റേ ലഭിക്കില്ല എന്ന തരത്തിൽ തന്നെയാണോ മുന്നോട്ടേക്ക് പോവുക? സംഗീത, ഏതായാലും നിലവിൽ തൽക്കാലത്തേക്ക് സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചിരിക്കുകയാണ്. എന്നാൽ കോടതി ഇതിൽ പറഞ്ഞിട്ടുള്ളത് VC-യുടെ അടക്കം വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. VC എന്തുകൊണ്ടാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുണ്ടായ സാഹചര്യം, എന്തായിരുന്നു അവിടെ നടന്നത്, ക്രമസമാധാന പ്രശ്നങ്ങൾ എന്തായിരുന്നു, ഈ ഭാരതാംബ ചിത്രം വെച്ചതിൻ്റെ പേരിൽ എന്താണ് കേരളത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നം, ഇത് മതചിഹ്നമാണോ, മതചിഹ്നം ആകുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കും രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി സംബന്ധിച്ച് കോടതി തീരുമാനമെടുക്കുക. ഏതായാലും തിങ്കളാഴ്ച ഇത് കോടതിയുടെ പരിഗണനയിൽ വീണ്ടും ഈ ഹർജി എത്തും. അപ്പോഴേക്കും VC അടക്കമുള്ള പോലീസ് അടക്കമുള്ള എതിർകക്ഷികൾ ഇതിൽ വിശദീകരണം നൽകും. തുടർന്നായിരിക്കും ഇതിൽ സ്റ്റേ ചെയ്യണമോ അല്ലെങ്കിൽ സസ്പെൻഷൻ റദ്ദാക്കണമോ തുടങ്ങിയ കാര്യങ്ങളിൽ കോടതി തീരുമാനമെടുക്കുക. ഏതായാലും നിലവിൽ ഇപ്പോൾ സ്റ്റേ ഇല്ല എന്നതാണ് കോടതിയിൽ നിന്ന് വരുന്ന പുതിയ വാർത്ത. തീർച്ചയായും ഷബ്ന, ഈ കാര്യങ്ങൾ വരുമ്പോൾ ഈ ഭാരതാംബ കാവിക്കൊടി എഴുതിയ ഭാരതാംബ ആ പ്രശ്നം ഉടലെടുത്തപ്പോൾ ഗവർണറുടെ തീരുമാനപ്രകാരം അത് ജൂൺ 5-ന് അവിടെ കൃഷിമന്ത്രി അവിടെ എതിരഭിപ്രായം ഉന്നയിച്ചപ്പോൾ മുതൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ച ഇനി കോടതിയിലേക്കും കൂടുതലായി ചർച്ച ചെയ്യപ്പെടും ഇനി അങ്ങോട്ട് എന്ന് വേണ്ട ഇതിൽ നിന്ന് കരുതാൻ?
തീർച്ചയായും. കാരണം ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ വലിയ ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു നിയമ പോരാട്ടം അല്ലെങ്കിൽ ഈ വിഷയം കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോൾ രജിസ്ട്രാറാണ് ഇന്ന് അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കുകയും തൻ്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യുകയും വേണം എന്നൊരാവശ്യമായിരുന്നു രജിസ്ട്രാർ ഉന്നയിച്ചിരുന്നത്. രജിസ്ട്രാറിൻ്റെ നിലപാടനുസരിച്ച് അല്ലെങ്കിൽ വാദം അനുസരിച്ച് തന്നെ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യാൻ VC-ക്ക് അധികാരമില്ല. തന്നെ നിയമിച്ചത് സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റ് നിയമനത്തിൽ ചില അസാധാരണമായ സാഹചര്യങ്ങളിൽ ഒഴിച്ച് മറ്റ് സാഹചര്യങ്ങളിൽ ഒന്നും തന്നെ VC-ക്ക് ഇത്തരം ഒരു നിലപാടെടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അധികാരമില്ല എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഭാരതാംബ ചിത്രം വെച്ചു എന്നതിൻ്റെ കാരണത്താൽ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന രീതിയിലാണ് രജിസ്ട്രാർ ഈ പരിപാടി ഒഴിവാക്കിയത് എന്ന് പറയുന്നു. ഇത്തരത്തിലൊരു ചിത്രം പ്രദർശിപ്പിച്ചതുകൊണ്ട് കേരളത്തിലുണ്ടാകുന്ന ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസ് എന്താണ്, ഇത് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം എന്താണ്, ഇത് സംബന്ധിച്ച് പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ ഏതെങ്കിലും കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ, ഈ ഒരു ചിത്രം വെച്ചതിൻ്റെ പേരിൽ എന്താണ് പ്രശ്നം, ഈ ഭാരതാംബ ചിത്രം എങ്ങനെയാണ് മതചിഹ്നമാകുന്നത് തുടങ്ങിയ ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്നിപ്പോൾ ഉള്ളത്. ഏതായാലും അത്തരം ചോദ്യങ്ങൾ ചോദിച്ച സാഹചര്യത്തിൽ VC ഇതിൽ കൃത്യമായി മറുപടി നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെ പോലീസും മറുപടി നൽകും. തുടർന്ന് തിങ്കളാഴ്ച ഇതിൽ വീണ്ടും വിശദവാദം കേട്ടതിനു ശേഷം രജിസ്ട്രാർ എന്താണെങ്കിലും ഇതെല്ലാം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് സജീവമായി ചർച്ചയായിട്ട് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെ അതിൽ പ്രസക്തമാണ്. എന്താണെങ്കിലും കേരള സർവകലാശാലയിലെ കാവിക്കൊടിയേന്ത്യ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സ്റ്റേ ചെയ്തിട്ടില്ല ഹൈക്കോടതി എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.